മാങ്കുളം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ആനക്കുളം. ആനക്കുളത്തിൻ്റെ പ്രത്യേകത എന്താ അറിയാവോ? സ്ഥിരമായിട്ട് ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് എത്തുന്ന ഒരു മെയിൻ സ്പോട്ടാണത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടി, ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ചില്ലടിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കൂടുതലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനേഷൻ. മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള മനോഹരമായ ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ ഒരു അടിപൊളി ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്ത് അടിമാലി മൂന്നാർ റോഡിലെ കല്ലാറിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ മാറി നമുക്ക് മാങ്കുളത്ത് എത്താൻ പറ്റും. മാങ്കുളത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ഹെയർപിൻ വളവുകളോട് കൂടിയ ഈ റോഡിലൂടെ പോയാൽ ആനക്കുളം എലിഫന്റ് വ്യൂ പോയിന്റിലെത്താം. ഈ കാണുന്ന ആനക്കുളം ജംഗ്ഷന്റെ തൊട്ട് താഴെയായിട്ട് പോകുന്ന ഒരു അരുവിയിൽ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് എത്താറുണ്ട്. ഈ ആനകളെ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എലിഫന്റ് വ്യൂ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എലിഫന്റ് വ്യൂ പോയിന്റിന് ഇടത്ത് മാറി ഈ കാണുന്ന റോഡിലൂടെ ഏകദേശം ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്താം. ഇപ്പം നമ്മളുള്ളത് ആനക്കുളത്ത് നിന്ന് വെറും 500 മീറ്റർ ഡിസ്റ്റൻസിലുള്ള വൈൽഡ് മെഡോസ് എന്ന പ്രോപ്പർട്ടിയിലാണ്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? 2 ടൈപ്പ് കോട്ടേജസ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ റൂംസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലൊന്ന് ഒരു 3 ബെഡ്റൂം വില്ലയും പിന്നെ ഒരു 4 ബെഡ്റൂംസ് വരുന്ന ഒരു സെപ്പറേറ്റ് കോട്ടേജുമാണ്. ഈ 3 ബെഡ്റൂം വില്ലയിൽ തന്നെ കിച്ചൺ ഫെസിലിറ്റിയോട് കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത 3 റൂമുകൾ വരുന്നുണ്ട്. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ 3 ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വില്ല ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സിറ്റിംഗ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു ഏരിയക്ക് കോമൺ ആയിട്ട് ഒരു ടിവിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിലും കിച്ചണിലും എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണുള്ളത് നോക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഈ റൂമിൽ ഒരു ബെഡ് സ്പേസും അതുപോലെ തന്നെ വർക്കിംഗ് ഏരിയയും പിന്നെ ഒരു കബോർഡും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ട അതേ അമ്യൂണിറ്റീസോട് കൂടിയിട്ടാണ് ഇവിടുത്തെ മറ്റ് 2 റൂമും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതും കൂടി ഒന്ന് കാണാം. 3 ചെറിയ ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു 10-12 പേരടങ്ങുന്ന ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾക്കോ നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഫെസിലിറ്റിയും കൂടി ഒന്ന് നോക്കാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജും കൊടുക്കാനായിട്ടൊരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. വേണ്ട പാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റൗ ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമുക്ക് വേണ്ട എന്ത് ഫുഡ് വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. ഇവിടെ സ്റ്റേ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഔട്ട്ഡോർ ഗ്യാതറിങ്ങിന് പറ്റിയ ഒരു ചെറിയ സ്പേസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 BHK വില്ല എന്ന് പറയുന്ന ഒരു 3 ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ ഒന്നിച്ച് താമസിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിന് പുറമേ ആയിട്ട് ഇൻഡിവിജ്വൽ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്കോ ഇല്ല ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾക്കോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ റൂംസും കൂടി ഇവിടെ ഉണ്ട്. ഈ 3 BHK വില്ലയിനോട് ചേർന്ന് തൊട്ടടുത്ത കോമ്പൗണ്ടിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ 4 ബെഡ്റൂം കോട്ടേജ് വരുന്നത്. ഇവിടെ മൊത്തം 4 റൂംസാണ് വരുന്നത്. അതിൽ തന്നെ 2 റൂമുകൾ വീതം ഇന്റർ കണക്റ്റഡ് ആണ്. കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ഫെസിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. കൂടുതൽ മെമ്പേഴ്സുള്ള വലിയ ഗ്രൂപ്പുകൾക്ക് ഈ 2 പ്രോപ്പർട്ടിയും കൂടി ഒന്നിച്ച് ബുക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ നല്ലൊരു ഫോറസ്റ്റിക് ആംബിയൻസ് തരുന്നൊരു ഏരിയ ആണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നമുക്ക് ആനക്കുളത്ത് നിന്ന് വരുന്ന ആ ഒരു റിവർ ഇതിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. നമുക്ക് രാവിലെ ഒരു മോർണിംഗ് വാക്ക് ആയിട്ട് ഇതിലേക്ക് ഒന്ന് നടന്നു വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ തികച്ചും പ്രൈവസിയോട് കൂടി തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് സഹായത്തിന് വേണ്ടിയിട്ടും ഇവിടെ നമ്മുടെ കൂടെ ജിൻസി ചേച്ചിയും അതുപോലെ തന്നെ മൊനായി ചേട്ടനും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ആളുകൾ പല ഭാഗത്തു നിന്നും വണ്ടിയായിട്ട് വന്ന് ഇവിടെ ആനനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ.
അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കുമ്പോൾ ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അവിടുന്ന് ജസ്റ്റ് നടന്ന് വന്ന് ആനേനെ കണ്ട് തിരിച്ചു പോകാവുന്നതാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ ഭാഗത്തെ വെള്ളത്തിൽ നിന്നും ചെറിയ കുമിളകൾ പോലെ വരുന്നുണ്ട് കേട്ടോ. ആ കുമിളകൾക്കിടയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആനകൾ ഇതേപോലെ കൂട്ടമായിട്ട് ഇവിടേക്ക് വന്ന് വെള്ളം കുടിക്കുന്നത്. അതിപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ആനകൾ ഇതുപോലെ ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. ആനക്കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 മണിക്കൂറൂടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വൈൽഡ് മെഡോസ് എന്ന ഈ പ്രോപ്പർട്ടി? നല്ല അടിപൊളിയായിട്ട് വൈൽഡ് ആംബിയൻസ് തരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ആനക്കുളത്തിൽ ആന വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉള്ളവർ നമ്മളെ അറിയിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് പോയിട്ട് കണ്ടുവരാവുന്ന ദൂരമേ ഉള്ളൂ. അത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ ഒരു വൈൽഡ് ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടി വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.